ഡിയർ സ്റ്റുഡൻസ്, അക്കൗണ്ടിംഗ് ഫോർ കൺസൈൻമെൻറ്റിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൺസൈൻമെൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ തിയറി ഭാഗങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ അതിൻ്റെ പ്രോബ്ലംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ എക്സാമിനൊക്കെ സാധാരണ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എസ്എ ക്വസ്റ്റ്യനൊക്കെ ആയിട്ടൊക്കെ പ്രോബ്ലം വരാറുണ്ട്. അപ്പോൾ തന്നെ ഷോർട്ട് എസ്സേ ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ അതിൻ്റെ തിയറി ഭാഗങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അക്കൗണ്ടിംഗ് ഫോർ കൺസൈൻമെൻറ്റ്. അപ്പോൾ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് അനുസരിച്ച് കൂടുതൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനും വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത്തരത്തിലുള്ള സപ്പോർട്ടൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിനി നേരെ ക്ലാസ്സിലേക്ക് പോകാം. കൺസൈൻമെൻറ്റ് അക്കൗണ്ട്സിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കൺസൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിങ് തിയറിയും പ്രോബ്ലംസുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് കൺസൈൻമെൻറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനേഷനിൽ നോക്കുക. എ കൺസൈൻമെൻറ്റ് മീൻസ് എ ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഓഫ് ഗുഡ്സ് ഫ്രം ദ ഓണർ കോൾഡ് കൺസൈനർ ടു അനദർ പേഴ്സൺ കോൾഡ് ദ കൺസൈനി ഫോർ ദി പർപ്പസ് ഓഫ് സെല്ലിംഗ് ദ ഗുഡ്സ് ഓൺ കമ്മീഷൻ ബേസിസ്. അതായത് അതിൻ്റെ ഒരു ഗുഡ്സിൻ്റെ ഓണറിൽ നിന്ന്, ഗുഡ്സിൻ്റെ ഉടമസ്ഥനിൽ നിന്ന്, അതായത് അദ്ദേഹത്തെ വിളിക്കുന്ന പേര് കൺസൈനർ എന്നാണ്, മറ്റൊരാളിലേക്ക് ഈ ഗുഡ്സ് അതിൻ്റെ പൊസഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലേ. ഗുഡ്സിൻ്റെ പൊസഷൻ, അതിൻ്റെ കൈവശാവകാശം മറ്റൊരാളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ആളുടെ പേര്, ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് ആളുടെ പേര് കൺസൈനി എന്നാണ്. എന്തിനു വേണ്ടിയാണ് ഈ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഫോർ ദി പർപ്പസ് ഓഫ് സെല്ലിംഗ് ദ ഗുഡ്സ് ഓൺ കമ്മീഷൻ ബേസിസ്. അതായത് കൺസൈനി ഈ കൺസൈനറുടെ ഗുഡ്സ് വിറ്റ് കൊടുക്കണം. അങ്ങനെ വിറ്റ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്, അതായത് കൺസൈനിക്ക് കമ്മീഷൻ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നതിന് വേണ്ടി ഒരാൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നു. ആ ഏൽപ്പിക്കുന്ന ആൾ, ആരാണോ ഏൽപ്പിക്കുന്ന അയാൾ കൺസൈനർ എന്നും, ആരാക്കാണോ ഈ ഗുഡ്സ് കിട്ടുന്നത് അയാളെ കൺസൈനി എന്നും വിളിക്കും. അപ്പോൾ കൺസൈനി ഗുഡ്സ് വിറ്റ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് എത്രയാണോ വിൽപ്പന നടത്തുന്നത് അതിൻ്റെ ഒരു കമ്മീഷൻ കിട്ടും. അപ്പോൾ കമ്മീഷൻ ബേസിൽ ഗുഡ്സ് വിറ്റ് കൊടുക്കുന്ന ആളാണ് കൺസൈനി, ആ ഗുഡ്സ് കൊടുക്കുന്ന ആളാണ് കൺസൈനർ അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ബിസിനസ് ട്രാൻസാക്ഷനെയാണ് നമ്മൾ കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൺസൈൻമെൻറ്റിൽ ആ ഗുഡ്സിൻ്റെ പൊസഷൻ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, അതിൻ്റെ ഓണർഷിപ്പ് എപ്പോഴും കൺസൈനർക്ക് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇനി നമുക്ക് ആരാണ് കൺസൈനർ, കൺസൈനി എന്നതോടെ ഒന്നുകൂടെ നോക്കാം. ദ പേഴ്സൺ ഹൂ സെൻസ് ദ ഗുഡ്സ് ഈസ് നോൺ ആസ് കൺസൈനർ. ആരാണോ ഗുഡ്സ് അയക്കുന്നത്, കൺസൈനിക്ക് അയക്കുന്നത്, അദ്ദേഹത്തെ കൺസൈനർ എന്ന് വിളിക്കുന്നു. ആൻഡ് ദ പേഴ്സൺ ടു ഹൂം ദ ഗുഡ്സ് ആർ സെൻഡ്, ആർക്കാണോ ഗുഡ്സ് അയക്കുന്നത് അല്ലേ, ദ പേഴ്സൺ ടു ഹൂം ദ ഗുഡ്സ് ആർ സെൻഡ് ഈസ് നോൺ ആസ് കൺസൈനി. അതിനെയാണ് കൺസൈനി എന്നും വിളിക്കുക. ദ കൺസൈൻമെൻറ്റ് ഈസ് ഔട്ട്വേർഡ് കൺസൈൻമെൻറ്റ് ഫോർ ദ പേഴ്സൺ ഹൂ സെൻഡ് ദ ഗുഡ്സ് ഫോർ ദ സെയിൽ. അതായത് ഈ ഒരു കൺസൈൻമെൻറ്റ് അയക്കുന്ന ആൾക്ക്, അയാളെ സംബന്ധിച്ച് അത് ഔട്ട്വേർഡ് കൺസൈൻമെൻ്റ് ആണ്. ആ ഗുഡ്സ് കിട്ടുന്നത് കൺസൈനിയെ സംബന്ധിച്ച് അതൊരു ഇൻവേർഡ് കൺസൈൻമെൻറ്റ് എന്നാണ് പറയുക. അദ്ദേഹത്തിന് ഗുഡ്സ് വരികയാണല്ലേ, അതുകൊണ്ട് ഇൻവേർഡ് എന്നും, കൺസൈനർക്ക് ഗുഡ്സ് അയക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഔട്ട്വേർഡ് കൺസൈൻമെൻ്റ് എന്നും പറയും അല്ലേ. ദ ഗുഡ്സ് സോ സെൻഡ് ആർ ടേംഡ് ആസ് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ഇപ്പോൾ കൺസൈൻമെൻറ്റിലൂടെ ഗുഡ്സ് അയക്കപ്പെടുന്ന ആ ഗുഡ്സിന് പറയുന്ന പേര് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്നാണ്. അപ്പോൾ ഇനി നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഫീച്ചേഴ്സ് ഓഫ് കൺസൈൻമെൻ്റ് ആണ്. കൺസൈൻമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ എന്താണ് കൺസൈൻമെൻറ്റ് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും. നമുക്ക് നോക്കാം. ദ റിലേഷൻ ബിറ്റ്വീൻ കൺസൈനർ ആൻഡ് കൺസൈനി ഈസ് ദാറ്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ്. പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ് കൺസൈനറും കൺസൈനിയും തമ്മിലുള്ളത്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരാൾ ഏൽപ്പിക്കുമ്പോൾ ആരാണോ ഏൽപ്പിക്കുന്നത് അദ്ദേഹത്തെ ഏജൻ്റ് എന്നും, അതാരാണോ ഈ ജോലി ഏൽപ്പിക്കുന്നത് അദ്ദേഹത്തെ പ്രിൻസിപ്പൽ എന്നും പറയും. അപ്പോൾ പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ് കൺസൈനർ കൺസൈനി റിലേഷൻഷിപ്പ്. ദെൻ ഓൺലി ദ പൊസഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് നോട്ട് ദ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ്. കൺസൈൻമെൻറ്റിൽ ഗുഡ്സിൻ്റെ പൊസഷൻ മാത്രം, കൈവശം വയ്ക്കാനുള്ള അവകാശം മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ കൺസൈനിക്ക്. ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, അത് കൺസൈനർക്ക് തന്നെയായിരിക്കും. അടുത്ത റിസ്ക് ഓഫ് ഗുഡ്സ് റിമെയിൻസ് വിത്ത് ദ കൺസൈനർ. അതിൻ്റെ ഓണർഷിപ്പ്, ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ആർക്കാണോ അദ്ദേഹത്തിനായിരിക്കും എപ്പോഴും ആ റിസ്ക് ഉണ്ടായിരിക്കുക അല്ലേ. അതല്ലെങ്കിൽ റിസ്ക് ബെയർ ചെയ്യേണ്ടത്, എന്തെങ്കിലും നഷ്ടം വന്നാൽ സഹിക്കേണ്ടത് ആരാണ്? കൺസൈനറാണ്. കാരണം അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഓണർഷിപ്പ് ഉള്ളത് അല്ലേ. ബിക്കോസ് ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് റിമെയിൻസ് വിത്ത് ദി കൺസൈനർ. കൺസൈനറുടെ കൈവശം തന്നെയാണ് ആ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം ഉള്ളത്, അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് റിസ്ക് സഹിക്കേണ്ടത്. അടുത്തത് കൺസൈനി ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് എൻ എഗ്രീഡ് കമ്മീഷൻ.
ഒരു കമ്മീഷൻ ബേസിലാണ് കൺസൈനി ഈ ഗുഡ്സ് വിറ്റ് കൊടുക്കുന്നത്. വിൽക്കുന്ന ഗുഡ്സിൻ്റെ കമ്മീഷൻ അദ്ദേഹത്തിന് ലഭിക്കും. അടുത്തത് ആസ് പെർ എഗ്രിമെൻറ്റ് കൺസൈനി ഈസ് എൻറ്റൈറ്റിൽഡ് ടു റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ഹിം ഓൺ ബിഹാഫ് ഓഫ് ദി കൺസൈനർ. അപ്പോൾ കൺസൈനിയുടെ കൈവശം ഈ ഗുഡ്സ് എത്തിക്കഴിയുമ്പോൾ കൺസൈനിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചിലവുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഈ ഒരു ഗുഡ്സ് വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചിലവുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കൺസൈനിക്ക് കൊടുക്കുന്നതാണ്. ദെൻ ദ സെയിൽ പ്രൊസീഡ്സ് ബിലോങ് ടു ദ കൺസൈനർ ആൻഡ് ദ കൺസൈനി മിയർലി ഗെറ്റ്സ് കമ്മീഷൻ. സെയിൽ പ്രൊസീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിൽപ്പന ഒരു വിൽപ്പന നടക്കുമ്പോൾ അതിൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് സെയിൽസ് പ്രൊസീഡ്സ് എന്ന് പറയുക. ആ എമൗണ്ട് കൺസൈനർക്ക് അവകാശപ്പെട്ടതാണ്. കൺസൈനിക്ക് കിട്ടുന്ന എന്താണ്? അദ്ദേഹത്തിന് ഇതിൻ്റെ ബേസിലുള്ള ഒരു കമ്മീഷൻ മാത്രമാണ് കിട്ടുക. അടുത്തത് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ് ബിലോങ് ടു ദി കൺസൈനർ. ഇപ്പോൾ കൺസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് കൺസൈനർക്കുള്ളതാണല്ലേ. ദെൻ ദ അൺസോൾഡ് ഗുഡ്സ് വിത്ത് ദ കൺസൈനി ഈസ് ദി സ്റ്റോക്ക് ഓഫ് കൺസൈനർ. കൺസൈനയുടെ കൈവശമുള്ള ഗുഡ്സ് കുറേ ഗുഡ്സ് വിൽക്കാതെ അവശേഷിക്കുന്ന ഗുഡ്സ് ഉണ്ടെങ്കിൽ അത് കൺസൈനറുടെ സ്റ്റോക്കാണല്ലേ, കൺസൈനർക്ക് അവകാശപ്പെട്ടതാണ്. അടുത്തത് ഗുഡ്സ് ക്യാൻ ബി റീപ്രോസസ്ഡ് ബൈ ദ കൺസൈനർ ഫ്രം ദി കൺസൈനി അറ്റ് എനി ടൈം. കൺസൈനിയിൽ നിന്ന് കൺസൈനർക്ക് ഈ ഒരു ഗുഡ്സ് എപ്പോൾ വേണമെങ്കിലും തിരികെ വാങ്ങിക്കാം. അപ്പോൾ തിരികെ വാങ്ങിക്കുക എന്നുള്ള ഒരു ടേമാണ് റീപ്രോസസ് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുക. അപ്പോൾ എന്താണ് കൺസൈൻമെൻറ്റ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ടത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കൺസൈൻമെൻറ്റ് ആൻഡ് സെയിൽസ് ആണ്. കൺസൈൻമെൻറ്റും സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആ തിയറി ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. നമുക്ക് ഒന്നാമത്തത് ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ്. നമ്മൾ ആദ്യം പറഞ്ഞു കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള ബന്ധം ഒരു പ്രിൻസിപ്പൽ ഏജൻ്റ് റിലേഷൻഷിപ്പാണ് നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ. സെയിൽസിലേക്ക് വരികയാണെങ്കിൽ ദ റിലേഷൻ ബിറ്റ്വീൻ ദ സെല്ലർ ആൻഡ് ദ ബയർ ഈസ് ദാറ്റ് ഓഫ് ക്രെഡിറ്റർ ആൻഡ് ഡെപ്റ്റർ. ഒരു ഗുഡ്സ് വിൽക്കുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് നൽകാനുള്ള വ്യക്തിയെ അദ്ദേഹത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ഡെപ്റ്റർ എന്ന് വിളിക്കും അല്ലേ. ആർക്കാണോ കൊടുക്കേണ്ടത് അദ്ദേഹത്തെ നമ്മൾ ക്രെഡിറ്റർ എന്ന് വിളിക്കും അല്ലേ. ഇപ്പോൾ സെല്ലർ ഇവിടെ ക്രെഡിറ്ററാണ്, ബയർ ഇവിടെ ഡെപ്റ്ററാണ് അല്ലേ. അപ്പോൾ ഇവിടെ സെല്ലറും ബയറും തമ്മിലുള്ള സെയിൽസിലുള്ള ഒരു റിലേഷൻഷിപ്പ് ക്രെഡിറ്റർ ഡെപ്റ്റർ റിലേഷൻഷിപ്പാണ്. കൺസൈൻമെൻറ്റിൽ അത് പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ്. അടുത്തത് ഓണർഷിപ്പ് ആൻഡ് പൊസഷൻ ഓഫ് ഗുഡ്സ് ആണ്. ഇവിടെ കൺസൈൻമെൻറ്റിൽ ഓൺലി ദ പൊസഷൻ നോട്ട് ദ ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് അല്ലേ. നമ്മൾ ആദ്യം പറഞ്ഞു കൺസൈൻമെൻറ്റിൽ കൈവശാവകാശം മാത്രമേ കൈമാറുന്നുള്ളൂ, ഓണർഷിപ്പ് കൺസൈനർക്ക് തന്നെയായിരിക്കും. സെയിൽസിൽ അങ്ങനെയല്ല, ബോത്ത് ദ പൊസഷൻ ആൻഡ് ഓണർഷിപ്പ് ആർ ട്രാൻസ്ഫേർഡ് അല്ലേ. ഒരു ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പും ഒപ്പം തന്നെ അതിൻ്റെ കൈവശാവകാശവും രണ്ടും എന്താണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ പ്രൊഫോർമ ഇൻവോയ്സ് ആണ് മറ്റൊന്ന്. കൺസൈനർ പ്രിപ്പയർസ് ഓൺലി എ പ്രൊഫോർമ ഇൻവോയ്സ്. അതായത് കൺസൈൻമെൻറ്റിൻ്റെ കേസിൽ കൺസൈനർ തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് പ്രൊഫോർമ ഇൻവോയ്സ്. സെയിൽസിൻ്റെ കേസിൽ സെല്ലർ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻറ്റിന് പറയുന്ന പേരാണ് സെയിൽസ് ഇൻവോയ്സ് അല്ലേ. അപ്പോൾ കൺസൈൻമെൻറ്റിൽ പ്രൊഫോർമ ഇൻവോയ്സും സെയിലത് സെയിൽസ് ഇൻവോയ്സുമാണ്. അടുത്തത് റിസ്ക് ഓഫ് ഗുഡ്സ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞു കൺസൈൻമെൻറ്റിൽ റിസ്ക് എപ്പോഴും കൺസൈനർക്ക് തന്നെയായിരിക്കും അല്ലേ. റിസ്ക് റിമെയിൻസ് വിത്ത് ദ കൺസൈനർ. പക്ഷേ സെയിൽസിൽ റിസ്ക് റിമെയിൻസ് വിത്ത് ദ ബയർ ബിക്കോസ് ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ്. സെയിൽസ് നടക്കുമ്പോൾ ഓണർഷിപ്പ് ഉൾപ്പെടെ ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് റിസ്ക് ബയർക്ക് ആ ഗുഡ്സ് വാങ്ങിക്കുന്ന ആൾക്ക് തന്നെയായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗുഡ്സിന് പിന്നെ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ബയർ സഫർ ചെയ്യേണ്ടതാണല്ലേ. അടുത്തത് റിട്ടേൺ ഓഫ് ഗുഡ്സ് ആണ്. ഗുഡ്സ് ക്യാൻ ബി റിട്ടേൺഡ് അറ്റ് എനി ടൈം ഇഫ് ദേ ആർ അൺസോൾഡ്. നമ്മൾ കൺസൈൻമെൻറ്റിന് വേണ്ടി ഗുഡ്സ് അയച്ചു കഴിയുമ്പോൾ അത് വിൽക്കാതെ അവശേഷിക്കുന്ന ഗുഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൺസൈനർക്ക് അത് തിരികെ എടുക്കാവുന്നതാണ്. റീപ്രോസസ് ചെയ്യാൻ നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ. ഇവിടെ വിൽപ്പനയാണെങ്കിൽ സെയിൽസ് ആണെങ്കിൽ റിട്ടേൺ ഓഫ് ഗുഡ്സ് ഈസ് നോട്ട് പോസിബിൾ അൺലെസ് അതർവൈസ് എഗ്രീഡ്. ഒരിക്കൽ വിറ്റ ഗുഡ്സ് അതിന് വിരുദ്ധമായിട്ട് മറ്റെന്തെങ്കിലും എഗ്രിമെൻറ്റിൽ പറയുന്നില്ല എങ്കിൽ ആ ഗുഡ്സ് പിന്നീട് തിരികെ എടുക്കുന്നതല്ല. ദെൻ അക്കൗണ്ട് സെയിൽ എന്ന് പറയുന്ന മറ്റൊരു വ്യത്യാസം. അക്കൗണ്ട് സെയിൽ ഹാസ് ടു സബ്മിറ്റഡ് ബൈ ദി കൺസൈനി ടു ദി കൺസൈനർ പീരിയോഡിക്കലി. കൺസൈൻമെൻറ്റിൻ്റെ കേസിൽ കൺസൈനി ആ ഗുഡ്സ് വിൽക്കാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ഇവിടെ അക്കൗണ്ട് സെയിൽ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കി പീരിയോഡിക്കലായിട്ട് സമർപ്പിക്കേണ്ടതാണ്. നോ അക്കൗണ്ട് സെയിൽ ഈസ് ടു ബി സബ്മിറ്റഡ് ബൈ ദ ബയർ ടു ദ സെല്ലർ. ഈ ബയർക്ക് സെല്ലർക്ക് അങ്ങനെ അത്തരത്തിലുള്ള അക്കൗണ്ട് സെയിൽ അതുപോലുള്ള ഡോക്യുമെൻറ്റുകളൊന്നും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് മറ്റൊരു വ്യത്യാസം. ഇനി അൺസോൾഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അൺസോൾഡ് ഗുഡ്സ് കൺസൈൻമെൻറ്റിൽ അത് ആർക്ക് അർഹതപ്പെട്ടതാണ്? കൺസൈനറുടെ കൈവശമുള്ള അൺസോൾഡ് ഗുഡ്സ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ദി സ്റ്റോക്ക് ഓഫ് ദി കൺസൈനർ. കൺസൈനറുടെ തന്നെ സ്റ്റോക്കായിട്ട് കൺസൈനറുടെ ക്ലോസിംഗ് സ്റ്റോക്കായിട്ടാണ് അതിനെ കരുതുക. ഇവിടെ സെല്ലർ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദി അൺസോൾഡ് ഗുഡ്സ്. സെല്ലർ ഒരിക്കൽ മറ്റൊരാൾക്ക് ഗുഡ്സ് വിറ്റിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് മറിച്ച് വിൽക്കാനാണോ ഏത് കാര്യത്തിനാണോ ഉണ്ടെങ്കിലും അത് വിൽക്കാതെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് ആ ഗുഡ്സ് ആരുടെ തന്നെയാണ്? അത് വാങ്ങിച്ച ആളുടെ തന്നെയാണ് അല്ലേ. സെല്ലർ ഗുഡ്സ് ഒരിക്കൽ വിറ്റ ഗുഡ്സ് വിറ്റത് തന്നെയാണ്, പിന്നെ അതിൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമില്ല. അടുത്തത് എക്സ്പെൻസ് ആണ്. കൺസൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ എക്സ്പെൻസും ബോൺ ചെയ്യുന്നത് കൺസൈനറാണ്. അതായത്
ഇവിടെ ഓൾ ദി എക്സ്പെൻസസ് ആർ ബോൺ ബൈ ദ കൺസൈനർ എന്ന് പറയുന്നത് അല്ലേ. എല്ലാ എക്സ്പെൻസും അത് ബെയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് വഹിക്കേണ്ടത് കൺസൈനർ തന്നെയാണ്. പക്ഷേ ഇവിടെ നോക്കുക, എക്സ്പെൻസസ് ഇൻകേർഡ് ആഫ്റ്റർ ദി സെയിൽ ഓഫ് ഗുഡ്സ്. ഗുഡ്സ് ഒരിക്കൽ വിറ്റ് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചിലവും ആര് വഹിക്കേണ്ടതാണ്? ബയർ വഹിക്കേണ്ടതാണ് അല്ലേ. 9 റീപൊസഷൻ ഓഫ് ഗുഡ്സ്. നമ്മൾ ഒരിക്കൽ പറഞ്ഞു, കൺസൈനിക്ക് കൊടുക്കുന്ന ഗുഡ്സ് എപ്പോൾ വേണമെങ്കിലും കൺസൈനർക്ക് റീപോസസ് ചെയ്യാം, ടേക്ക് ബാക്ക് ചെയ്യാം അല്ലേ. ഗുഡ്സ് വൺ സോൾഡ് കനോട്ട് ബി കോൾഡ് ബാക്ക്. വിൽപ്പനയുടെ കാര്യത്തിൽ ഒരിക്കൽ വിറ്റ ഗുഡ്സ് പിന്നെ തിരികെ എടുക്കുന്നതല്ല. അടുത്തത് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ബിലോങ്സ് ടു ദി കൺസൈനർ. പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിലും, പ്രോഫിറ്റ് ആണെങ്കിൽ അത് കൺസൈനർക്ക് എടുക്കാം, ലോസ് ആണെങ്കിൽ അത് കൺസൈനർ തന്നെ സഹിക്കണം അല്ലേ. സെയിലിൻ്റെ കേസിൽ ആഫ്റ്റർ ദ സെയിൽ ഈസ് കംപ്ലീറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ബിലോങ്സ് ടു ദ ബയർ. സെയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അതിലുണ്ടാകുന്ന പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിലും, ആ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും അത് ബയർ സഹിക്കേണ്ടതാണ്. അടുത്തത് ഓർഡറിങ് ഫോർ ഗുഡ്സ് ആണ്. ദ ഗുഡ്സ് ആർ സെൻഡ് വിതൗട്ട് എനി ഓർഡർ ഫ്രം ദി കൺസൈനി. സാധാരണ സെയിൽസിലുള്ളതുപോലെ സെയിൽസിലാണെങ്കിൽ നമുക്കൊരു പർച്ചേസ് ഓർഡർ, ബൈയിങ് ഓർഡർ കിട്ടുമ്പോഴാണ് അത് സെയിൽസ്മാൻ ആ ഗുഡ്സ് വിൽക്കുന്നത് അല്ലേ. ആ ഗുഡ്സ് വാങ്ങിക്കാനുള്ള ഓർഡർ കിട്ടണം. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. കൺസൈൻമെൻറ്റിൽ ദി ഗുഡ്സ് ആർ സെൻഡ് വിത്തൗട്ട് എനി ഓർഡർ അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഓർഡറുകളൊന്നും കൺസൈൻമെൻറ്റ് കേസിലില്ല. ആൻഡ് ലാസ്റ്റ്ലി ചീഫ് കൺസിഡറേഷൻ. അതായത് ഇവിടെ കൺസൈൻമെൻറ്റിൽ നമുക്ക് കൺസൈനിക്ക് കിട്ടുന്നത് കമ്മീഷനാണ് അല്ലേ. അപ്പോൾ എന്താണ് ഒരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്നുള്ള പ്രതിഫലമായി കിട്ടുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ കൺഫെഡറേഷൻ എന്ന് പറഞ്ഞ വാക്ക് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൺസൈൻമെൻറ്റ് കേസിൽ അത് കമ്മീഷനാണ്, ഇവിടെ സെയിൽസിൻ്റെ കേസിൽ അത് പ്രോഫിറ്റാണ് അല്ലേ. അപ്പോൾ ഇത്രയാണ് കൺസൈൻമെൻറ്റും പ്രോഫിറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇനി നമുക്ക് കൺസൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള ചില ടേംസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ കൺസൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിലൊന്നാമത്തത് പ്രൊഫോർമ ഇൻവോയ്സ് ആണ്. അപ്പോൾ എന്താണ് പ്രൊഫോർമ ഇൻവോയ്സ് എന്നുള്ളത് ആദ്യം നോക്കുക. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ദ കൺസൈനർ. ആരാണ് ഈ ഒരു പ്രൊഫോർമ ഇൻവോയ്സ് തയ്യാറാക്കുന്നത്? അത് തയ്യാറാക്കുന്നത് കൺസൈനറാണ്. ആൻഡ് സെൻഡ് ടു ദ കൺസൈനി. ഇതിങ്ങനെ തയ്യാറാക്കിയിട്ട് എന്താണ് ചെയ്യുക? ഇറ്റ് ഈസ് സെൻഡ് ടു കൺസൈനി. കൺസൈനിക്ക് അത് അയച്ചു കൊടുക്കുന്നു അല്ലേ. സ്റ്റേറ്റിംഗ് ദ ക്വാണ്ടിറ്റി. അതിലെന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ പെർഫോർമ ഇൻവോയ്സിൽ ഉണ്ടായിരിക്കുക? അതിൽ അയക്കുന്ന ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റി എത്രയുണ്ട്, അതിൻ്റെ എണ്ണം എത്രയുണ്ട്, ക്വാളിറ്റി ഏത് ക്വാളിറ്റിയുള്ള ഗുഡ്സാണ്, പ്രൈസ് എത്രയാണ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഗുഡ്സ് ഡെസ്പാച്ച്ഡ്. ആ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ അല്ലേ. ഡെസ്പാച്ച് ചെയ്യാന്ന് വെച്ചാൽ അയക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ അതിലുണ്ടാകും. ഇറ്റ് ഈസ് സെൻഡ് അലോങ് വിത്ത് ദി ഗുഡ്സ് ഡെസ്പാച്ച്ഡ് ടു ദി കൺസൈനി. ആ ഗുഡ്സ് കൺസൈനിക്ക് അയക്കുമ്പോൾ ആ ഗുഡ്സിനൊപ്പം തന്നെ ഈ ഒരു പ്രൊഫോർമ ഇൻവോയ്സോടെയും നമ്മൾ, അതായത് കൺസൈനർ തയ്യാറാക്കി അയക്കുന്നതാണ്. ഒരു പ്രൊഫോർമ ഇൻവോയ്സിൻ്റെ ഒരു സ്പെസിമെൻ ഫോർമാറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗുഡ്സിനെ സംബന്ധിച്ച വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനായിട്ട് 100 കേസ് ഓഫ് ക്യാൻഡിൽസ്, 100 കേസ് മെഴുകുതിരികൾ, ഒരു കേസിന് 100 രൂപ വെച്ച്, അപ്പോൾ 100 കേസിന് 10,000 രൂപ അല്ലേ. പിന്നെ പാക്കിംഗ് ആൻഡ് ഫോർവേഡിങ് ചാർജ് ഇത്ര 1000, ക്യാരേജ് കാർട്ടേജ് എക്സ്പെൻസ് 500, ഇൻഷുറൻസ് എക്സ്പെൻസ് 700. അപ്പോൾ അതെല്ലാം കൂട്ടി 2200 രൂപ ചിലവ്, മൊത്തം 12,200 രൂപയുടെ ഗുഡ്സാണ് അയക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുക. ഇനി രണ്ടാമത്തെ ടൈം നമുക്ക് നോക്കാം. അക്കൗണ്ട് സെയിൽ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കുക. ആൻ അക്കൗണ്ട് സെയിൽ ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് സെൻഡ് ബൈ ദ കൺസൈനി ടു ദ കൺസൈനർ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടു ഇവിടെ പ്രൊഫോർമ ഇൻവോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൺസൈനർ തയ്യാറാക്കുന്നതാണ്. ഇവിടെ കൺസൈനി തയ്യാറാക്കുന്ന മറ്റൊരു ഡോക്യുമെൻ്റാണ് അക്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞാൽ അല്ലേ. ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ കൺസൈനി ആൻഡ് സെൻഡ് ടു ദ കൺസൈനർ അല്ലേ, പീരിയോഡിക്കലി. ഇറ്റ് കണ്ടെയ്ൻസ് ദ ഇൻഫർമേഷനിലേക്ക്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുക? എത്ര സെയിൽസ് നടത്തി, എക്സ്പെൻസസ് കൺസൈനിയുടെ കയ്യിൽ നിന്ന് എത്ര രൂപ ചിലവായിട്ടുണ്ട്, കമ്മീഷൻ എത്രയാണ് അദ്ദേഹത്തിന് അർഹതപ്പെട്ടത്, കമ്മീഷൻ ഏണ്ട്, ഇനി അഡ്വാൻസ് ഗിവണ്. ഇവരെ കൺസൈൻമെൻറ്റ് കിട്ടുന്നതിന് വേണ്ടി കൺസൈനർക്ക് ഒരു അഡ്വാൻസ് തുക ആദ്യം അടയ്ക്കേണ്ടി വരും. എത്രയാണ് അഡ്വാൻസ് കൊടുത്തിരുന്നത്? ആൻഡ് ദ ബാലൻസ് ഡ്യൂ ടു ദ കൺസൈനർ. ബാക്കി ഇനി എത്ര രൂപയാണ് കൺസൈനർക്ക് വിൽപ്പന കഴിഞ്ഞിട്ട് ഇനി കൊടുക്കാനുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അക്കൗണ്ട് സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റും ഇവിടെ ഒരു സ്പെസിമെൻ ഫോർമാറ്റും ഇവിടെ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. അടുത്തത് മൂന്നാമത്തെ ടേമാണ് കമ്മീഷൻ എന്ന് പറയുന്ന ടേമാണ്. നമ്മൾ പറഞ്ഞു കൺസൈൻമെൻറ്റിൽ കൺസൈനിക്ക് കമ്മീഷനാണ് കിട്ടുന്നത് അല്ലേ. കമ്മീഷൻ ഈസ് ദി റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ ദ കൺസൈനർ ടു ദ കൺസൈനി ഇൻ കൺസിഡറേഷൻ ഓഫ് ദി സർവീസ് റെൻഡേഡ് ബൈ ദ ലാറ്റർ ഇൻ സെല്ലിംഗ് ദ ഗുഡ്സ് കൺസൈൻഡ്. അപ്പോൾ ഇവിടെ ഗുഡ്സ് അയച്ച് കൺസൈനിക്ക് കൊടുത്തു, കൺസൈനി അത് വിറ്റ് കൊടുക്കുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് കിട്ടുന്ന ആ ഒരു റെമ്യൂണറേഷനെയാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. കമ്മീഷൻ ഇവിടെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഓർഡിനറി കമ്മീഷൻ എന്നും സ്പെഷ്യൽ കമ്മീഷൻ എന്നും കമ്മീഷനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. അതിൽ ഒന്നാമത്തത് ഓർഡിനറി കമ്മീഷനാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഓർഡിനറി കമ്മീഷൻ എന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് എ കമ്മീഷൻ യൂഷ്വലി പെയ്ഡ് ആസ് എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് സെയിൽ പ്രൊസീഡ്സ്. എത്രയാണോ ടോട്ടൽ സെയിൽസ് വിറ്റത് അതിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് എന്ന നിലയിലാണ് ഓർഡിനറി കമ്മീഷൻ കണക്ക് കൂട്ടി അത് കൺസൈനിക്ക് കൊടുക്കുന്നത്. ദ ടേം കമ്മീഷൻ നോർമലി ഡിനോട്ട്സ് ഓർഡിനറി കമ്മീഷൻ.
അപ്പോൾ സാധാരണ ഒരു കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഓർഡിനറി കമ്മീഷനായിട്ട് നമ്മൾ കരുതണം. അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ്, അല്ലെങ്കിൽ അത് സ്പെഷ്യൽ കമ്മീഷനാണ് എന്നുള്ള പ്രത്യേകം പറഞ്ഞിട്ടില്ല എങ്കിൽ അതൊരു ഓർഡിനറി കമ്മീഷനായിരിക്കും. ദ കൺസേൺ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ എനി ബാഡ് ഡെബ്റ്റ്സ് ആൻഡ് ഹി ഡസ് നോട്ട് ഗ്യാരണ്ടി ദ പേയ്മെൻറ്റ് ഫ്രം ഓൾ ദോസ് ഹൂ ബൈ ഓൺ ക്രെഡിറ്റ് സോ ലോങ് ആസ് ഹി ഈസ് ഗെറ്റിംഗ് ഓർഡിനറി കമ്മീഷൻ ഓൺലി. അപ്പോൾ ഇവിടെ ഓർഡിനറി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ഓർഡിനറി കമ്മീഷനാണ് ഈ ഒരു കൺസേണിക്ക് ലഭിക്കുന്നതെങ്കിൽ ബാഡ് ഡെബ്റ്റ്സ് മൂലമുണ്ടാകുന്ന നഷ്ടത്തിന്, അതായത് ക്രെഡിറ്റ് സെയിലൊക്കെ കൺസേണി നടത്തിയിട്ടുണ്ടാവും അല്ലേ, അപ്പോൾ അതിൽ പേയ്മെൻറ്റ് കിട്ടാതെ വരുമ്പോൾ അത് കിട്ടാക്കടം ബാഡ് ഡെബ്റ്റ് ആകുന്നു. അപ്പോൾ ബാഡ് ഡെബ്റ്റ് മൂലമുണ്ടാകുന്ന നഷ്ടത്തിനൊന്നും കൺസേണി ഉത്തരവാദിയായിരിക്കില്ല. ഒപ്പം തന്നെ ഇവിടെ പേയ്മെൻറ്റ്, അദ്ദേഹം കടമായിട്ട് വിറ്റിരിക്കുന്ന എല്ലാ ആളുകളിൽ നിന്നും പേയ്മെൻറ്റ് വാങ്ങിച്ചു കൊടുക്കാമെന്നുള്ള ഗ്യാരണ്ടിയൊന്നും ഇവിടെ കൺസേണി നൽകുന്നില്ല. അപ്പോൾ ഓർഡിനറി കമ്മീഷൻ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ കൺസേണിക്കില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്പെഷ്യൽ കമ്മീഷൻ ആണെങ്കിൽ നോക്കുക, ദിസ് ഈസ് ദ കമ്മീഷൻ വിച്ച് ദ കൺസേണി ഗെറ്റ്സ് ഓവർ ആൻഡ് എബോവ് ദി ഓർഡിനറി കമ്മീഷൻ. അതായത് ഓർഡിനറി കമ്മീഷൻ കഴിഞ്ഞ് വീണ്ടും എക്സ്ട്രാ കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, സ്പെഷ്യൽ കമ്മീഷനായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്പെഷ്യൽ കമ്മീഷൻ എന്ന് പറയുക. ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു. നമുക്ക് സ്പെഷ്യൽ കമ്മീഷൻ്റെ കേസിലേക്ക് വരുമ്പോൾ അതിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തത് ഡെൽക്രെഡർ കമ്മീഷനാണ്, രണ്ടാമത്തത് ഓവർ റൈഡിങ് കമ്മീഷനാണ്. അപ്പോൾ എന്താണ് ഡെൽക്രെഡർ കമ്മീഷൻ എന്നൊക്കെ മിക്കവാറും എക്സാമിന് തിയറി ക്വസ്റ്റ്യനായിട്ട് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഡെൽക്രെഡർ കമ്മീഷനും ഒപ്പം തന്നെ ഓവർ റൈഡിങ് കമ്മീഷനൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കാം. ഒന്ന് നോക്കുക, ഒന്നാമത്തത് ഡെൽക്രെഡർ കമ്മീഷനാണ്. ഡെൽക്രെഡർ കമ്മീഷൻ ഈസ് ആൻ അഡീഷണൽ കമ്മീഷൻ ഗിവൺ ബൈ ദ കൺസൈനർ ടു ദ കൺസൈനി ഫോർ ബെയറിംഗ് ദ ലോസ് ഓൺ അക്കൗണ്ട് ഓഫ് ബാഡ് ഡെബ്റ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓർഡിനറി കമ്മീഷൻ ആണെങ്കിൽ ബാഡ് ഡെബ്റ്റ് മൂലമുണ്ടാകുന്ന നഷ്ടം കൺസൈനി സഹിക്കില്ല, കൺസൈനി അത് സഫർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ ഇവിടെ ഡെൽക്രെഡർ കമ്മീഷനാണ് ഇവിടെ കൺസൈനിക്ക് കിട്ടുന്നതെങ്കിൽ ബാഡ് ഡെബ്റ്റ് മൂലമുണ്ടാകുന്ന നഷ്ടത്തിൻ്റെ ഉത്തരവാദി ഇവിടെ കൺസൈനി തന്നെയായിരിക്കും. അതായത് ബാഡ് ഡെബ്റ്റ് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ആ നഷ്ടത്തിൻ്റെ ഉത്തരവാദിത്വം കൺസൈനി ഏറ്റെടുക്കുന്നതിന് പകരമായിട്ട് നൽകുന്ന അഡീഷണൽ കമ്മീഷനാണ് ഡെൽക്രെഡർ കമ്മീഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബാഡ് ഡെബ്റ്റ്സ് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇഫ് എനി അറൈസിങ് ഔട്ട് ഓഫ് ക്രെഡിറ്റ് സെയിൽ ഓഫ് കൺസൈൻമെൻറ്റ് ഗുഡ്സ്, അയച്ച ഗുഡ്സ് നമ്മൾ ക്രെഡിറ്റ് സെയിലായിട്ട് കൺസൈനി വിറ്റു, അതിനുശേഷം അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടാത്ത അവസ്ഥയുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം കൺസൈനിക്കുണ്ടായിരിക്കും. എപ്പോഴാണ് ഡെൽക്രെഡർ കമ്മീഷനാണ് കൺസൈനി വാങ്ങിക്കുന്നതെങ്കിൽ അല്ലേ. അപ്പോൾ ഡെൽക്രെഡർ കമ്മീഷൻ എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അഡീഷണൽ കമ്മീഷനെയാണ് ഡെൽക്രെഡർ കമ്മീഷൻ എന്ന് പറയുക. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെൽക്രെഡർ കമ്മീഷൻ ഈസ് കാൽക്കുലേറ്റഡ് ആസ് എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ സെയിൽസ് അൺലെസ് ദർ ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ കൺസൈനർ ആൻഡ് ദ കൺസൈനി. അപ്പോൾ ഡെൽക്രെഡർ കമ്മീഷൻ കണക്ക് കൂട്ടുന്നത് ടോട്ടൽ സെയിൽസിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ്, അത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത്, അത് വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇഫ് ദ കൺസൈനി ഗെറ്റ്സ് ഡെൽക്രെഡർ കമ്മീഷൻ ദെൻ ദ കൺസൈനി വിൽ ബെയർ ദ റിസ്ക് ഓഫ് ബാഡ് ഡെബ്റ്റ്. അപ്പോൾ ഡെൽക്രെഡർ കമ്മീഷനാണ് കൺസൈനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസൈനി ഇവിടെ ബാഡ് ഡെബ്റ്റിൻ്റെ നഷ്ടം സഹിക്കേണ്ടതാണ്. ഇഫ് കൺസൈനി ഡസ് നോട്ട് ഗെറ്റ് എ ഡെൽക്രെഡർ കമ്മീഷൻ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡെൽക്രെഡർ കമ്മീഷനല്ല ഓർഡിനറി കമ്മീഷനാണ് കിട്ടുന്നതെങ്കിൽ കൺസൈനിക്ക് ബാഡ് ഡെബ്റ്റ്സിൻ്റെ കാര്യത്തിൽ റിസ്ക് അദ്ദേഹം സഹിക്കുന്നതല്ല. ഇനി നമുക്ക് നോക്കാം സ്പെഷ്യൽ കമ്മീഷനിൽ രണ്ടാമത്തത് ഓവർ റൈഡിങ് കമ്മീഷനാണ്. ഓവർ റൈഡിങ് കമ്മീഷൻ ഈസ് ആൻ എക്സ്ട്രാ കമ്മീഷൻ അലൗഡ് ഓവർ ആൻഡ് എബോവ് ദ നോർമൽ കമ്മീഷൻ. ഇപ്പോൾ ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറഞ്ഞാലും ഒരു നോർമൽ ഓർഡിനറി കമ്മീഷനേക്കാളും കൂടുതലായിട്ട് കൊടുക്കുന്ന മറ്റൊരു കമ്മീഷനാണ്. ഇറ്റ് ഈസ് ജനറലി ഓഫേർഡ് വെൻ ദ ഏജൻറ്റ് ഈസ് റിക്വയർഡ് ടു പുട്ട് ഇൻ ഹാർഡ് വർക്ക് ഇൻ ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പ്രൊഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ ഇവിടെ നോക്കുക, ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺസൈനി ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നതിന് വേണ്ടി എക്സ്ട്രാ എഫോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പർട്ടിക്കുലർ എഫോർട്ട് കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് കൊടുക്കുന്ന കമ്മീഷനാണ് ഓവർ റൈഡിങ് കമ്മീഷൻ. ഓർ ഫോർ എഫക്റ്റിംഗ് ദ സെയിൽസ് അറ്റ് എ പ്രൈസ് ഹയർ ദാൻ ദ പ്രൈസ് ഫിക്സഡ് ബൈ ദ കൺസൈനർ. അതായത് കൺസൈനർ പറയുന്ന ഫിക്സ് ചെയ്തിരിക്കുന്ന വിലയേക്കാളും ഉയർന്ന വിലയ്ക്ക് ഈ ഒരു കൺസൈനിക്ക് ആ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലേ. ഫോർ എഫക്റ്റിംഗ് ദ സെയിൽസ് അറ്റ് എ പ്രൈസ് ഹയർ ദാൻ ദ പ്രൈസ് ഫിക്സഡ് ബൈ ദ കൺസൈനർ, അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു കമ്മീഷനെയാണ്, അതിനുവേണ്ടി കൊടുക്കുന്ന കമ്മീഷനെയാണ് നമ്മൾ ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറയുക. അപ്പോൾ ഓവർ റൈഡിങ് കമ്മീഷൻ കൊടുക്കുന്നതിന് രണ്ട് കാരണങ്ങൾ എന്താണ്, ഇവിടെ കൺസൈനി അതായത് ഏജൻറ്റ് അദ്ദേഹം ഈ ഒരു ഗുഡ്സ് വിൽക്കുന്നതിന് വേണ്ടി എക്സ്ട്രാ എഫോർട്ട് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കൺസൈനർ പറഞ്ഞിരിക്കുന്ന വിലയേക്കാളും ഉയർന്ന വിലയ്ക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, വിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രതിഫലമായിട്ട് കൊടുക്കുന്ന കമ്മീഷനാണ് ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറയുന്നത് അല്ലേ. ഡെൽക്രെഡർ കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഡ് ഡെബ്റ്റ് ഏറ്റെടുക്കുന്നതിന്, കിട്ടാക്കടത്തിൻ്റെ നഷ്ടം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കൊടുക്കുന്ന മറ്റൊരു കമ്മീഷനാണ് ഡെൽക്രെഡർ കമ്മീഷൻ എന്ന് പറയുക അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കായിട്ട് ആദ്യത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിച്ചെടുക്കേണ്ടത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അഡ്വാൻസ് എന്താണെന്നും അതുമായിട്ട് തുടർന്ന് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.